ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഔട്ട്ഡോർ ഷൂട്ടിംഗ് ആട്ടോ ആക്കിയത്. പിന്നെ അടയൻ ചക്കരയിലെ ഒരാൾ എവിടെ പോയെന്ന് ചിന്തിക്കേണ്ട, ക്യാമറേൻ്റെ പുറകിലുണ്ട്. അപ്പം ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ എനിക്ക് കിട്ടിയ ചെറിയൊരു ഇൻഫർമേഷൻ ആണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് HSCയിലെ സ്റ്റാഫിന് എങ്ങനെ ഇൽനെസ് ബെനിഫിറ്റ് ക്ലെയിം ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. അപ്പം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഇൽനെസ് ബെനിഫിറ്റ് ക്ലെയിം ചെയ്യേണ്ടത് എങ്ങനെയാന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. എനിക്കറിയത്തുണ്ടായിരുന്നില്ല ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടാവുന്നത് വരെ. എൻ്റെ ഒരു ഫ്രണ്ടിനും അറിയത്തുണ്ടായിരുന്നില്ല. അവളോട് ഞാൻ ചോദിച്ചപ്പം ഇതുപോലൊരു പിന്നെ അനുഭവം അവൾക്കും ഉണ്ടായിട്ടുണ്ട്. അവൾക്കും ഇതിനെപ്പറ്റി കാര്യമായിട്ട് അറിയത്തില്ലായിരുന്നു. അപ്പം ഇങ്ങനെ പുതിയതായിട്ട് അയർലൻഡിൽ വന്നിട്ട് ഇങ്ങനൊരു ഇൽനെസ് ബെനിഫിറ്റ് ക്ലെയിം ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയാട്ടോ ഈ വീഡിയോ. ഞാൻ ഒരു 2 വീക്സ് ഒരു പേഴ്സണൽ ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഞാനൊരു 2 വീക്സ് ഞാൻ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ ഓൾറെഡി പിന്നെ ഡോക്ടറെ 6 സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് അതോടെ ആ ഒരു പാർട്ട് കഴിഞ്ഞു എന്നാണ് വിചാരിച്ചത്. നെക്സ്റ്റ് ടൈം അതിൻ്റെ പേ സ്ലിപ്പ് വന്നപ്പം അതിൽ നോക്കുമ്പം ഇൽനെസ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് കിടക്കുന്നുണ്ട്. ആദ്യം ഒരു പേ സ്ലിപ്പ് നമ്മുടെ കൈ കിട്ടുമ്പം ഞാൻ ആദ്യം നോക്കുന്നത് ഏതൊക്കെ എമൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് നോക്കുക. അപ്പം ഞാൻ വിചാരിച്ചു ഇൽനെസ് ബെനിഫിറ്റ് ആഡ് ആയിരിക്കുകയാണെന്ന് വിചാരിച്ചത്. പക്ഷേ പിന്നെ ലാസ്റ്റ് നോക്കിയപ്പം ടോട്ടൽ എമൗണ്ട് നോക്കിയപ്പോൾ ചെറിയൊരു വേരിയേഷൻ കണ്ടതുകൊണ്ട് ഞാനത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പം അതിന് ഇൽനെസ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തതായിട്ടാണ് ഞാൻ കണ്ടത്. എൻ്റെ സാലറി സ്ലിപ്പിൽ ഇങ്ങനെ ഒരു ഡിഡക്ഷൻ വന്നപ്പം ഇതിന് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് അവളൊരു 1 വീക്ക് ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. അവൾക്കും ഇതേപോലെ കട്ടായിട്ടുണ്ടാകും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവളോട് ചോദിച്ചു അവൾക്ക് ഇതേപോലെ ഇൽനെസ് ബെനിഫിറ്റ് കട്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം. അവൾ ആദ്യം പറഞ്ഞു അവൾക്ക് ഇൽനെസ് ബെനിഫിറ്റ് എന്നുള്ള എമൗണ്ട് അവൾക്ക് സാലറി സ്ലിപ്പിൽ ആഡ് ആവുക ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ ഒന്നും കൂടെ നോക്കിയിട്ട് പറഞ്ഞു അല്ല, അത് ഡിഡക്റ്റ് ആവുക ചെയ്തിട്ടുണ്ടായിരുന്നത്, അവൾ അന്ന് അത് ശ്രദ്ധിച്ചില്ല, അതുകൊണ്ട് ഇനി എന്താ ചെയ്യാമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം ഇനി ആർക്കും ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇറക്കാമെന്ന് വിചാരിച്ചത്. അത് കഴിഞ്ഞ് ഇവക്കും ഈ ഒരു അനുഭവം ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ പിന്നെ നെക്സ്റ്റ് പേറോളിൽ വിളിച്ചു. പേറോളിൽ വിളിച്ചപ്പം അവർ പറഞ്ഞു നമ്മൾ ഈ എമൗണ്ട് വെൽഫെയർ ത്രൂ അപ്ലൈ ചെയ്യണമെന്ന്. പക്ഷെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് അറിയത്തില്ല എന്നും പറഞ്ഞു. അവിടുന്ന് ഇങ്ങനെ ഒരു ചെറിയ ഇൻഫർമേഷൻ കിട്ടിയ രീതിയിൽ ഞാൻ എൻ്റെ സീനിയർ കൊളീഗ്സിനോട് ചോദിച്ചു. അപ്പോൾ അവർക്ക് ഇതുവരെയായിട്ടും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാത്തത് കൊണ്ട് അവർക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയത്തുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ CNMനെ അപ്രോച്ച് ചെയ്തു. അപ്പം CNM പറഞ്ഞു GPൻ്റെ അടുത്ത് പോയിട്ട് നമ്മളൊരു സർട്ടിഫിക്കറ്റ് സോഷ്യൽ വെൽഫെയറിന് സബ്മിറ്റ് ചെയ്യണം, അതിനു മുമ്പ് വെൽഫെയർ ത്രൂ അപ്ലൈ ചെയ്യണം, പക്ഷെ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ പോയി MyGovൽ മൈ വെൽഫെയർ അക്കൗണ്ട് പോയി നോക്കി. അപ്പോൾ അതിൽ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. അപ്പം അതിൽ ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം 5 ഡേയ്സിൽ കൂടുതൽ സിക്ക് എടുക്കുവാണെങ്കിൽ നമ്മൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൽനെസ് ബെനിഫിറ്റ് ക്ലെയിം ചെയ്യാം. അത് പക്ഷേ വിത്തിൻ 6 വീക്സ് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈ വെൽഫെയർ ഇൽനെസ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ത്രൂ ആണ് നമ്മൾ അതിൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത്. അപ്പം അതിൽ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. നമ്മളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ചോദിക്കും, അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ പേഴ്സണൽ നമ്പർ, HSC എംപ്ലോയീസിന് ഓരോരുത്തർക്കും പേഴ്സണൽ നമ്പേഴ്സ് ഉണ്ടാവും, അത് ചോദിക്കും. നമ്മുടെ വർക്ക് ഏരിയാസ്, അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്, അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഇൽനെസ് ബെനിഫിറ്റിന്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് നമ്മൾ എപ്പോഴൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഇത് അപ്ലൈഡ് ആയിട്ടുള്ളത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തു. അങ്ങനെ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് അവർ പറയുന്നുണ്ട് നമ്മൾ GPയുടെ കയ്യിൽ നിന്നും നമ്മളൊരു ഇൻകപ്പാസിറ്റി ഫോർ വർക്ക്, അത് അങ്ങനെ മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഒന്നെങ്കിൽ നമുക്കത് ഇലക്ട്രോണിക് ആയിട്ട് നമുക്കത് സബ്മിറ്റ് ചെയ്യാം. ഇപ്പം അവർക്ക് ഇലക്ട്രോണിക് ആക്സസ് ഇല്ലെങ്കിൽ നമുക്കത് പേപ്പറായിട്ട് നമുക്ക് സോഷ്യൽ വെൽഫെയറിലേക്ക് നമുക്കത് സെൻഡ് ചെയ്ത് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരതിനൊരു അഡ്രസ്സ് തന്നിട്ടുണ്ട്. അതായത് ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് സോഷ്യൽ വെൽഫെയർ സർവീസ് PO ബോക്സ് 1650 D01 WY03 എന്ന അഡ്രസ്സിലാണ് നമ്മളിത് സെൻഡ് ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ GPൻ്റെ അടുത്ത് പോയി. അവിടെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ട വന്നു GPനെ കാണാൻ. അത് ഓൾമോസ്റ്റ് എല്ലായിടത്തും GPൻ്റെ അടുത്ത് അങ്ങനെ തന്നെയാണ്, നമ്മൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെ GPനെ കണ്ടു, GPനോട് ഇങ്ങനെ കാര്യം പറഞ്ഞു. അപ്പം അവർ പെട്ടെന്ന് അവിടെ ഇലക്ട്രോണിക് ആക്സസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അതുകൊണ്ട്
GP അവിടുന്ന് തന്നെ അവർ സോഷ്യൽ വെൽഫെയറിന് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് അവർ സെൻഡ് ചെയ്ത് കൊടുത്തു. സാധാരണ നമ്മൾ GPന്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ 6 സർട്ടിഫിക്കറ്റിന് നമ്മളൊരു ഫീസ് കൊടുക്കാറുണ്ട്. പക്ഷേ ഈ ഒരു സർട്ടിഫിക്കറ്റിന് എൻ്റെ കയ്യിൽ നിന്ന് ഫീസൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരല്ലാതെ തന്നെ അത് ചെയ്തു തരുവാണ് ചെയ്തത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം, ഇതെല്ലാം സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഞാനൊരു 2-3 ദിവസം വെയിറ്റ് ചെയ്തു. 2-3 ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് സോഷ്യൽ വെൽഫെയറിന് ഒരു കോൾ വന്നു. അപ്പം ആ കോളിൽ അവർ പറഞ്ഞത് ഇതാണ്: നമുക്ക് ഇനഫ് PRSA കോൺട്രിബ്യൂഷൻ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഈ ഇൽനസ് ബെനിഫിറ്റുമായിട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞത്. അപ്പം ആദ്യം എനിക്കത് പിന്നീട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ അവരോട് ഞാൻ ചോദിച്ചു, ഇപ്പം ഇങ്ങനെ ഒരു കേസിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പം അവർ പറഞ്ഞു അത് എന്തുകൊണ്ടാണ് ആ ഒരു ആപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ള കാരണം അവർ മെയിലായിട്ട് സെൻഡ് ചെയ്യാം, പിന്നെ ഒരു കോപ്പി എൻ്റെ പോസ്റ്റൽ അഡ്രസ്സിൽ അയക്കാമെന്നും പറഞ്ഞു. അങ്ങനെ ഒരു 2 വീക്സ് കഴിഞ്ഞപ്പം ഞാൻ ആ ലെറ്റർ റിസീവ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഈ ലെറ്റർ ഞാൻ സ്കാൻ ചെയ്ത് പേറോളിലേക്ക് ഞാൻ മെയിൽ അയച്ചു. അപ്പം അവരുടെ കയ്യിൽ നിന്ന് റിപ്ലൈ വന്നു, അവരത് പ്രൊസീഡ് ചെയ്യാത്തത് കാരണം എൻ്റെ നെക്സ്റ്റ് സാലറിയിൽ അത് റീഫണ്ട് ആകുമെന്ന് പറഞ്ഞു. അങ്ങനെ നെക്സ്റ്റ് സാലറി സ്ലിപ്പ് വന്നപ്പോൾ എനിക്ക് ആ ഇൽനസ് ബെനിഫിറ്റ് എനിക്ക് തിരിച്ച് റീഫണ്ട് ആയിട്ട് കിട്ടി. നേരത്തെ ഡിഡക്റ്റ് ആയ എമൗണ്ട് അല്ല, അതിൽ കുറച്ച് കൂടുതൽ എമൗണ്ട് ഉണ്ടായിരുന്നു. എനിക്കറിയില്ല ശരിക്കും എത്രയാ വെൽഫെയറിന് കിട്ടുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് ഇൽനസ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞൊരു പോർഷൻ എനിക്ക് നെക്സ്റ്റ് സാലറി സ്ലിപ്പിൽ ആഡായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഇൽനസ് ബെനിഫിറ്റ് ക്ലെയിം ചെയ്തത് ഇങ്ങനെയാണ്. ഇപ്പം ഇനഫ് PRSA കോൺട്രിബ്യൂഷൻ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ സോഷ്യൽ വെൽഫെയറിന് അവരുടെ ഡയറക്റ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും. ഇനിയിപ്പം പുതിയതായിട്ട് വന്നവരാണെങ്കിൽ അവർ 2 ആഴ്ച കൂടുതൽ സിക്ക് ലീവ് ഒക്കെ എടുത്തിട്ട് ഇതുപോലെ ഇൽനസ് ബെനിഫിറ്റ് കട്ടായിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ, ഇതുപോലെ നോക്കിയിട്ടില്ലെങ്കിൽ, എൻ്റെ അനുഭവം ഇതേപോലെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതേപോലെ ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇൻഫർമേഷൻ ആർക്കെങ്കിലും പങ്കുവയ്ക്കാനുണ്ടെങ്കിൽ അവർക്ക് കമന്റ് ബോക്സിൽ ഇടാം. അപ്പോൾ ആർക്കെങ്കിലും ഈ ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം, ഞാൻ റിപ്ലൈ തരും. അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതാണ്. അതിന് 1 മിനിറ്റ് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.